ഹായ് ഹലോ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് ഒരു മിനിറ്റ് കൊണ്ട് നോക്കാൻ പോവാണ്. അതാണ് വീറ്റോ പവർ. വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന്, അതായത് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അപ്രൂവ് ചെയ്യാനും റിജക്ട് ചെയ്യാനും ഡിലേ ചെയ്യാനുമുള്ള അധികാരമാണ് വീറ്റോ പവർ. പ്രധാനമായും 3 വീറ്റോ. ആദ്യത്തേത് ആബ്സലൂട്ട് വീറ്റോ. ഒരു ബില്ല് കംപ്ലീറ്റ് ആയി റിജക്ട് ചെയ്യാനുള്ള അധികാരമാണ് ആബ്സലൂട്ട് വീറ്റോ. അത് പ്രധാനമായി യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് മെമ്പർമാരുടെ ബില്ലുകളിലും ഗവൺമെൻറ് റിസൈൻ ചെയ്തതിന് ശേഷമുള്ള ബില്ലുകളിലുമാണ് അത് അപ്ലൈ ചെയ്യാറ്. പിന്നുള്ളതാണ് സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റിന് ഒരു ബില്ല് പാർലമെൻറ്റിലേക്ക് പിന്നെ അയക്കാൻ കഴിയും. പക്ഷേ പിന്നെ അത് പാർലമെൻറ്റിൽ നിന്ന് പാസ്സായി വന്നു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും അത് അപ്രൂവ് ചെയ്യേണ്ടി വരും. അതാണ് സസ്പെൻസീവ് വീറ്റോ. പിന്നാണ് പോക്കറ്റ് വീറ്റോ. ഒരു പ്രസിഡന്റിന് ഒരു ആക്ഷൻ എടുക്കാതെ ഒരു ബില്ല് ഡിലേ ചെയ്യിക്കാൻ കഴിയും. അതാണ് പോക്കറ്റ് വീറ്റോ. പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബില്ലിന് ഒരു വീറ്റോസും അഫക്റ്റ് ആവില്ല. മണി ബില്ലിന് അഫക്റ്റ് ആവുന്ന ഒരേ ഒരു വീറ്റോ പോക്കറ്റ് വീറ്റോ ആണ്. അത് രാഷ്ട്രപതിക്ക് അത് ഡിലേ ചെയ്യിക്കാൻ കഴിയും. പിന്നുള്ളത് അമെൻമെൻറ്റ് ബില്ലിന് ഒരു വീറ്റോ അഫക്റ്റ് ആവില്ല. പോക്കറ്റ് വീറ്റോ അടക്കം ഒരു വീറ്റോ അഫക്റ്റ് ആവില്ല. 3 വീറ്റോ അഫക്റ്റ് ആവില്ല. പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് വീറ്റോ അത് ഇന്ത്യക്ക് മാത്രമുള്ള ഒരു യുണീക്ക് ഫീച്ചറാണ്. സോ വളരെ സിമ്പിൾ അല്ലേ.